നമസ്കാരം. വടകര ഓർച്ചാർഡ്സ് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് നേരത്തെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ കണ്ടിട്ട് അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം അഭ്യർത്ഥിക്കുന്നു. ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോ ഗ്രീൻ കൃഷിയെക്കുറിച്ചാണ്. മൈക്രോ ഗ്രീൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മൈക്രോ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തുകൾ മുളപ്പിച്ച് 2 ഇല പ്രായമാകുമ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്ത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് മൈക്രോ ഗ്രീൻ എന്ന് പറയുന്നത്. അതായത് പഴയ കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ ഇപ്പോഴും പയറ് മുളപ്പിച്ച് അത് ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മൈക്രോ ഗ്രീൻ എന്ന് പറയുന്നത് അതിൻ്റെ അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൈക്രോ ഗ്രീൻ വിത്തിട്ട് മുളപ്പിച്ച് 2 ഇല വന്നതിന് ശേഷം അതെടുത്ത് ഉപയോഗിക്കുന്ന രീതിയാണ്. ഇതിന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ചെറുപയർ, റാഡിഷ്, ബ്രോക്കോളി, സൺഫ്ലവർ, ബീറ്റ്റൂട്ട് ഇങ്ങനെയുള്ള ധാന്യങ്ങൾ, മറ്റ് വിത്തുകളും വീറ്റ് ഗ്രാസ് വിത്തുകളും മുളപ്പിച്ച് 2 ഇല പരുവാകുമ്പോൾ അത് ക്രോപ്പ് ചെയ്ത് ആഹാരത്തിന് ഉപയോഗിക്കാം. ഇതിനകത്ത് വളരെയേറെ പോഷകഗുണങ്ങൾ ഉള്ള ഒരു ആഹാര പദാർത്ഥമാണ്. കുട്ടികൾക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിഷലിപ്തമല്ലാത്ത 100% വിഷലിപ്തമല്ലാത്ത ഒരു ഭക്ഷണ യോഗ്യമായ വളരെ പ്രോട്ടീൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും വളരെയേറെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് മൈക്രോ ഗ്രീൻ. ഇത് കൃഷി ചെയ്യേണ്ട രീതി, ഒരു പഴയ പാത്രം, ഐസ്ക്രീം കപ്പോ അങ്ങനെയുള്ള പാത്രങ്ങളെടുത്ത് അതിനകത്ത് അതിൻ്റെ അടിയിൽ കുറച്ച് സുഷിരങ്ങളിടുക. അതിനുശേഷം 2-3 ടിഷ്യൂ പേപ്പർ, ഒരു 3 ലെയർ ടിഷ്യൂ പേപ്പർ അതിനേക്ക് മടക്കി ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം ഒരു സ്പ്രേയർ ഉപയോഗിച്ച് കുറച്ച് വെള്ളം നല്ലോണം സ്പ്രേ ചെയ്യുക. ടിഷ്യൂ പേപ്പറിന് പകരം ചകിരിച്ചോറ് ഉപയോഗിക്കാം, കരിയിലപ്പൊടിയൊക്കെ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ 12 മണിക്കൂർ മുളപ്പിച്ച വിത്തെടുത്ത് അതിൽ ഇങ്ങനെ നിരത്തി ഇടുക. അതിൻ്റെ മുളയൊന്നും ഒടിയാത്ത രീതിയിൽ നിരത്തിയിടുക. അതിനുശേഷം ഇത് നല്ലോണം ചെറുതായിട്ട് അടച്ച് വെക്കുക. ഒരു ഇരുട്ട് ഉള്ള സ്ഥലത്തേക്ക് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, അല്ലെങ്കിലും കിളിച്ചോളും. അങ്ങനെ ചെയ്തതിന് ശേഷം 2 ദിവസം ഇതിനിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്യേണ്ടതുണ്ട്. 2-3 പ്രാവശ്യം അത് പേപ്പർ ഡ്രൈ ആകുന്നത്. ഇപ്പം 3 ദിവസം കഴിയുമ്പോൾ ഇതിന് മുള വരും. മുള വന്ന് കഴിയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, കുറച്ച് വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെക്കണം. മാറ്റി വെച്ച് കഴിയുമ്പോൾ 2 ഇല വന്ന് കഴിയുന്ന സമയത്ത് ഇത് നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുത്ത് ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഫ്രഷായിട്ടും കൊടുക്കാം, പാചകം ചെയ്ത് കഴിക്കാം. നമ്മൾ മലയാളികൾ പാചകം ചെയ്താണ് കഴിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് പാചകം ചെയ്ത് തോരൻ വെച്ചോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ, വീറ്റ് ഗ്രാസ് ജ്യൂസ് എടുക്കാൻ വളരെ ഏറ്റവും നല്ലതാണ്. വീറ്റ് ഗ്രാസ് അതേപോലെ തന്നെ എടുത്തിട്ട് അത് ജ്യൂസ് അടിച്ച് ജ്യൂസായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിലോ ചട്നി ഉണ്ടാക്കുന്നതിലോ ഒക്കെ ഈ മൈക്രോ ഗ്രീൻ ചേർത്ത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ല ഒരു ആഹാര പദാർത്ഥമാണ്. ഇന്നത്തെ കാലത്ത് വിഷരഹിതമായിട്ടുള്ള ഒരു പച്ചക്കറി ആണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ പറ്റും. നിങ്ങളോട് സംസാരിച്ചത് കാർത്തികപ്പള്ളിയിൽ നിന്നും സതീഷ് വടകര. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ നന്ദി.